ഹല്ലേലൂയ. വളരെ ചെറിയൊരു സന്ദേശത്തിലേക്ക് നമ്മളെ വളരെ പെട്ടെന്ന് പോകാൻ പോകുകയാണ്. നോട്ട്ബുക്കുകൾ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാലും, ബൈബിളുകൾ കൊണ്ടുവന്നിട്ടുള്ളവരുടെ ഹല്ലേലൂയ കേൾക്കട്ടെ. ആയുധമില്ലാതെ യുദ്ധത്തിന് പോകരുത്. അതുകൊണ്ട് ആയുധം ബൈബിളാണ് നമ്മുടെ ആയുധം. ഒന്ന് പറഞ്ഞു നോക്കിയേ, ബൈബിൾ നമ്മുടെ ആയുധം. പറഞ്ഞേ. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ വിശ്വാസത്തിൽ വന്നതായിരുന്നു. അപ്പം നമ്മുടെ ഈ സൺഡേ സ്കൂളൊക്കെ ആകുമ്പോൾ ഒരു റാലി ഉണ്ട് അതിനകത്ത്. അപ്പോൾ റാലിയിലൊക്കെ ദൈവദാസന്മാർ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ചെറിയ പിള്ളേരൊക്കെ പുറകിൽ ബാനറൊക്കെ ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ചിട്ട് ബൈബിൾ ഞങ്ങളുടെ ആയുധമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം പുറകെ വന്ന് ബൈബിൾ ഞങ്ങളുടെ ആയുധമാണ് അങ്ങനെ പറഞ്ഞിങ്ങനെ പോവുമായിരുന്നു. അടുത്തിരിക്കുന്ന ആളുടെ തോളി തട്ടിയിട്ട് ഒന്നുകൂടെ പറ, ബൈബിളാണ് നമ്മുടെ ആയുധം. നമ്മൾ ചില ആളുകളൊക്കെ ചിന്തിച്ചിരിക്കുന്ന നാവാണ് ആയുധം എന്നാണ്. പോട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു കൊച്ചു പുസ്തകത്തിലെ ഒരു കൊച്ചു കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ബൈബിളിൽ സ്ത്രീകളുടെ പേരിലുള്ള 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് എസ്തർ എന്ന് പറയുന്ന പുസ്തകം, വേറൊരു പുസ്തകമാണ് രൂത്ത് എന്ന് പറയുന്ന പുസ്തകം. ഈ 2 പേരുകൾ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മക്കളുണ്ടാവുന്ന ആളുകളൊക്കെ സാധാരണ പെൺകുട്ടികളുണ്ടായാൽ വേഗത്തിലിടുന്ന പേരാണ് എന്ത്, ഒന്നില്ലെങ്കിൽ എസ്തർ അല്ലെങ്കിൽ രൂത്ത്, എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കാണും. ഇവിടെ തന്നെ ഒത്തിരി എസ്തറുമാരും ഒത്തിരി രൂത്തുമാരും ഒക്കെ കാണും. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ പോവാണ്. പക്ഷെ ഇന്ന് അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ സൂപ്പർ സൺഡേസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സൺഡേസിൽ വന്ന് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇന്നത്തെ സന്ദേശം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡോണ്ട് ഗോ എവേ ഫ്രം സ്വീറ്റ്നെസ് ടു ബിറ്റർനെസ്. മാധുര്യത്തിൽ നിന്ന് കയ്പിലേക്ക് പോകരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണത്? മാധുര്യത്തിൽ നിന്ന് കയ്പിലേക്ക് പോകരുത്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറഞ്ഞേ, മാധുര്യത്തിൽ നിന്ന് കയ്പിലേക്ക് പോകരുത്. സിസ്റ്ററെ, അങ്ങനെ ആരാ പോകുന്നേ? മധുരതരമായൊരു ജീവിതം ഉള്ളപ്പം അതിൽ നിന്ന് ആരെങ്കിലും കയ്പിലേക്ക് പോകുമോ? അങ്ങനെ കയ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഷുഗർ പേഷ്യൻസ് ആയിരിക്കും. ഭാര്യ രാവിലെ തന്നെ എന്താ ചെയ്യുന്നത്? ഒരു കയ്പൊക്കെ അടിച്ച്, ഒരു പാവയ്ക്ക് അടിച്ച് കൃത്യമായ ജ്യൂസ് ഉണ്ടാക്കി ഭർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കൊണ്ടുവന്ന് വെക്കും. ഭാര്യയെ കാണുമ്പോൾ ഇങ്ങനെ പിടിക്കും. ഭാര്യ അപ്പുറത്തോട്ട് മാറുമ്പോൾ വാഷ് ബേസിലോട്ട് ഒഴിക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ആർക്കും കയ്പ് ഇഷ്ടമല്ല. പറഞ്ഞേ, ആർക്കും കയ്പൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും തെളിയിക്കുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? മാധുര്യത്തിൽ നിന്ന് നമ്മൾ അറിയാതെ കയ്പിലേക്ക് പോകാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാധുര്യത്തിൽ നിന്ന് നമ്മൾ ആരും എങ്ങോട്ട് പോകരുത്? കയ്പിലേക്ക് പോകരുത്. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ അത് കാണുന്നത്. രൂത്തിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ഒരു കൊച്ചു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. 4 അധ്യായങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിനുള്ളൂ. പക്ഷെ 85 വചനങ്ങൾക്കുള്ളിൽ വളരെ അർത്ഥഗർഭമായിട്ടുള്ള വലിയ സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഈ സംഭവം നടക്കുന്ന BC 1800 2000 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു ജീവിത കഥയാണ് സത്യം പറഞ്ഞാൽ എന്ത്? രൂത്തിന്റെ പുസ്തകം. ഹല്ലേലൂയ. നമ്മളിവിടെ സാധാരണ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് അല്ലെ? മിറക്കിൾസ് ടുഡേ നമ്മൾ കേൾക്കാറുണ്ട്. എനിക്കൊന്നതിന് ശേഷം നമുക്ക് മിറക്കിൾസ് ടുഡേ കേൾക്കാനുണ്ട്. മിറക്കിൾസ് ടുഡേ കേൾക്കാറുണ്ട്. പക്ഷെ മിറക്കിൾസ് ടുഡേ കേൾക്കുമ്പോൾ ഞങ്ങൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മിറക്കിൾസ് ടുഡേ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും മറ്റു പലർക്കും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. കാരണം ഒരാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വേറൊരാൾ വിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ അയാൾക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങളും കഥകളും ഒക്കെ ഈ 2019 നടക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് ആകമാനം കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ ഒരു തെറ്റായ തീരുമാനമെടുത്ത് ഒരു മിസ്റ്റേക്ക് കാണിച്ചാലും നാം മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവം അതൊന്നും കണക്കിടാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒന്നുകൂടെ പറയാം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ പോലും ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും എന്ന് പറയുന്ന പുസ്തകമാണ് എന്ത്? രൂത്തിന്റെ പുസ്തകം എന്നുള്ളത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അബദ്ധങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാരമില്ല, കർത്താവിന് അനുഗ്രഹിക്കാൻ പറ്റും. വേറെ ആളോട് പറ, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാരമില്ല,
കർത്താവിനെ അനുഗ്രഹിക്കാൻ പറ്റും. കർത്താവിന് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് സാധിക്കും. നാം വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള അത്ഭുതങ്ങളാണ് കർത്താവിന് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ പുസ്തകത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൂടെ പഠിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കഥ നടക്കുമ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരാം. മറ്റു ബ്ലെസ്സിംഗ് സെന്ററിലുള്ളവരെല്ലാവരും ബൈബിൾ ഈ സമയത്ത് തുറക്കുക, രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരിക. രൂത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പിന്നെ യോശുവ, പിന്നെ ന്യായാധിപന്മാർ. അതിനുശേഷമാണ് രൂത്തിന്റെ പുസ്തകം വരുന്നത്. ദയവായി രൂത്ത് എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുക. അതിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് ബ്ലെസ്സിംഗ് സെന്റർ പേര് മാറ്റിയതാ. ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചോദിച്ചാൽ അതിന്റെ വലിയ പേരായപ്പം വലിയ പ്രയാസമായ പോലെ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അതിന്റെ 1-ാമത്തെ വചനം വായിക്കാം. ചേർന്ന് സ്ക്രീനിൽ നോക്കി എല്ലാവരും ചേർന്ന് വായിക്കാമോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്റെ സ്റ്റാർട്ടിന്റെ ബലമൊന്നും നിങ്ങൾക്ക് കണ്ടില്ലല്ലോ. എന്റെ സ്റ്റാർട്ടിനേക്കാൾ കൂടുതൽ ശക്തി നിങ്ങൾക്കുണ്ടാവണം. എത്ര പേര് ഇവിടെ ശക്തിമാന്മാരുടെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്? ബോൺവിറ്റയല്ല, ശക്തിമാന്മാരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ചോദിക്കുക, എത്ര പേര് ഇവിടെ ശക്തിമാന്മാരുടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്? അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ബലത്തിലല്ലേ? അപ്പൊ നമുക്ക് ചേർന്ന് വായിക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദായിലെ ബെത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാനായിട്ട് പോയി. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുന്ന ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ സമയത്ത്, ന്യായാധിപന്മാരുടെ ന്യായപാലന കാലയളവ് എന്ന് പറഞ്ഞാൽ ജനം തോന്നിയ വഴിക്ക് നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം. കാരണം ശരിയായ ഒരു നേതൃത്വം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ന്യായാധിപന്മാരുടെ കാലഘട്ടം. എന്നാൽ അതിന് മുന്നേ ഉള്ള കാലഘട്ടം യോശുവയുടെ കാലഘട്ടമായിരുന്നു. അതിനു മുന്നേ ഉള്ള കാലഘട്ടം ആരുടെ കാലഘട്ടമായിരുന്നു? മോശയുടെ കാലഘട്ടമായിരുന്നു. മോശയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ നിയന്ത്രിക്കപ്പെട്ട ശക്തനായ ഒരു നേതാവായിരുന്നു ആര്? മോശെ. അതുകൊണ്ട് എത്ര പേരെയാണ് അദ്ദേഹം കൊണ്ടുപോയത്? 300 പേരെ. എത്ര പേരെയായിരുന്നു അദ്ദേഹം നയിച്ചത്? 30 ലക്ഷത്തിലധികം വരുന്ന ജനത്തെ ഒരൊറ്റ മനുഷ്യൻ, ഒന്നുകൂടെ തെളിയിച്ചു പറഞ്ഞ വെറും വിക്കനായ ഒരു മനുഷ്യൻ, നേരെ ചൊവ്വേ വർത്താനം പറയാൻ പോലും അറിയില്ല, വർത്താനം പറയാൻ പോലും അറിയാൻ പറ്റാത്ത ഒരു വ്യക്തി 30 ലക്ഷത്തെ നയിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകത്താലാണ് ആ കാര്യം നടന്നത്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറഞ്ഞ, ദൈവത്തിന്റെ അഭിഷേകം വന്നാൽ എന്തും നയിക്കാൻ പറ്റും. ഹല്ലേലൂയ. ചിലർ പറഞ്ഞത്, എന്റെ ദൈവമേ, ഈ കാര്യം എനിക്ക് നടപ്പാക്കാൻ പറ്റില്ല, ഈ കുടുംബം എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഈ ബിസിനസ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഈ സഭ എനിക്ക് നടത്താൻ പറ്റില്ല, ഈ സോൺ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, വിക്കനായ മോശയ്ക്ക് അഭിഷേകം കൊടുത്ത് 30 ലക്ഷത്തിനെ നടത്തിച്ച ദൈവം നിനക്കൊരു അഭിഷേകം നൽകി. നിനക്ക് പറ്റില്ല എന്ന് പറയുന്ന മേഖലയിൽ ദൈവത്തിന് നിന്നെ നയിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നോക്കൂ, മോശെ നല്ലൊരു നേതാവായിരുന്നു. പക്ഷെ നേതാക്കന്മാരില്ലാത്ത കാലത്ത് ജനം എന്ത് ചെയ്യുന്നറിയാമോ? തോന്നിയതുപോലെ നടന്നു. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന. ജനം എന്ത് ചെയ്തു? തോന്നിയതുപോലെ നടന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തോന്നിവാസം പോലെ അവർ നടന്നു എന്നുള്ളത്. ഉദാഹരണമായിട്ട് നമുക്ക് കാണാം, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, നീ എന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ എന്റെ പർവ്വതത്തിലേക്ക് നീ കയറി വരിക, എനിക്ക് നിന്നോട് മുഖാമുഖമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ജനത്തെ താഴെ നിർത്തിക്കൊണ്ട് അഹരോനെ ഏൽപ്പിച്ചുകൊണ്ട് മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. അങ്ങനെ മോശ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എത്ര നാൾ സംസാരിച്ചു? ബൈബിളിലുണ്ടല്ലോ, ആർക്ക് പറയാം എത്ര നാളാണ് ദൈവത്തോടൊപ്പം മോശ ഇരുന്നത്? 40
രാവും 40 പകലും മോശ ദൈവത്തോടു കൂടിയിരുന്നു. ആ സമയത്ത് താഴെ അവർക്കാരില്ലായിരുന്നു, നേതാവില്ലായിരുന്നു. എന്താ സംഭവിച്ചത്? നേതാവില്ലാതായപ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവമില്ല, ഞങ്ങൾക്ക് നയിക്കാൻ ഒരു നേതാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാളക്കുട്ടി ഉണ്ടാക്കി തരണം. അഹരോനെ സോപ്പിട്ട് കൈക്കൂലി കൊടുത്ത് മയക്കുന്ന പോലെ മയക്കി അവരെന്ത് ചെയ്തു? ഒരു കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. നോക്കൂ, മുകളിൽ നേതാവ് താഴെ ഇല്ലാതിരുന്നപ്പോൾ ജനം വഴിവിട്ടുപോയി. അടുത്ത നാളെ നോക്കിയിട്ട് പറയുക, നേതൃത്വമില്ലെങ്കിൽ നമുക്ക് തോന്നും, എന്തിനാണ് ഡാമിയൻ ബ്രദർ മാത്രം പോരെ, എന്തിനാ മറ്റുള്ള നേതാക്കന്മാരൊക്കെ നമ്മുടെ മുകളിലാക്കിയിരിക്കുന്നത്? ബ്ലെസ്സിംഗ് സെന്ററുകളിൽ ഒരു നേതാവ്, അതിന്റെ താഴെ സോണുകൾ നയിക്കാനായിട്ട് ഒരു നേതാവ്, ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ട്. അങ്ങനെ നേതാക്കന്മാരില്ലെങ്കിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകും. ഹല്ലേലൂയ പറയില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, ദൈവത്തിന്റെ അനുഗ്രഹമാണ് ദൈവിക നേതൃത്വങ്ങൾ. പറഞ്ഞേ, ദൈവിക അനുഗ്രഹമാണ് ദൈവിക നേതൃത്വങ്ങൾ. നാം വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ വിളിച്ചു ചോദിക്കുന്നത്, പ്രാർത്ഥിച്ചോ, ശനിയാഴ്ച പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനയിൽ നിങ്ങളെ കണ്ടില്ലല്ലോ, കൂട്ടായ്മയിൽ കണ്ടില്ലല്ലോ, ഞായറാഴ്ച കണ്ടില്ലല്ലോ, ഇന്ന ശുശ്രൂഷയ്ക്ക് കണ്ടില്ലല്ലോ എന്നവർ ചോദിക്കുവാൻ കാരണം ദൈവം നിങ്ങളുടെ മുകളിൽ ആക്കി വെച്ച ആത്മീക നേതൃത്വങ്ങളാണ് അവർ ഓരോരുത്തരും. ഹല്ലേലൂയ. നോക്കുക, ആത്മീക നേതൃത്വങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കൊരു വളർച്ചയുണ്ടാകുന്നത്. മോശയുടെ കാലത്ത് ജനം പെറ്റു പെരുകി വളർന്നു. യോശുവയുടെ കാലത്ത് ജനം അനുഗ്രഹിക്കപ്പെട്ടു, അഭിവൃദ്ധി പ്രാപിച്ചു, കനാൻ കൈയടക്കി. കനാലിൽ വിവിധ തലങ്ങളിലേക്ക് ഗോത്രങ്ങൾ മാറ്റപ്പെട്ടു. എന്നാൽ അതിനുശേഷം നേതൃത്വങ്ങൾ ഇല്ലാതെ പോയപ്പോൾ ന്യായാധിപന്മാരുടെ കാലത്ത് ജനം ആത്മീക തലത്തിലും ഭൗതിക തലത്തിലും സാമൂഹിക തലത്തിലും അവർ ഏറ്റവും താഴെയിലേക്ക് പോയി. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, നമ്മുടെ ആത്മീക നേതാക്കൾ വളരെ പ്രധാനപ്പെട്ടവരാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണാം, ഏതാണ്? രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനത്തിൽ കാണുന്നു, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിക്കൊണ്ടിരുന്ന ആ സമയം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. ഏത് ദേശത്താണ് ക്ഷാമമുണ്ടായത്? അതിന്റെ താഴെ കാണാം, ചേർന്ന് വായിക്കാമോ? യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ യഹൂദയിലെ ബേത്ലഹേമിൽ. അപ്പോൾ എവിടെയാണ് ക്ഷാമമുണ്ടായത്? ബേത്ലഹേമിൽ. ഉറക്കെ പറയാമോ, എവിടെയാണ് ക്ഷാമമുണ്ടായത്? ബേത്ലഹേമിൽ. അല്പം കൂടെ ശബ്ദം ഉയർത്തി പറയാമോ? ബേത്ലഹേമിൽ. ബേത്ലഹേമിൽ. എവിടെയാണ് ആ സ്ഥലം? യഹൂദയിലാണ്. യഹൂദ എന്ന് പറയുമ്പോൾ അതിന് മുന്നേ അതിന്റെ പേര് കനാൻ എന്നായിരുന്നു. ദൈവം തന്റെ ജനത്തെ ആ മരുഭൂമിയിലൂടെ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന സമയത്ത് ദൈവം അവർക്ക് കൊടുത്തൊരു വാഗ്ദത്തായിരുന്നു, അവരെ കൊണ്ടുപോകാൻ പോകുന്ന ദേശം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ദേശമായിരിക്കും? പാലും തേനും ഒഴുകുന്ന ദേശം. ഓ, നമ്മളൊക്കെ ചിന്തിച്ചു ഇതിൽ കൂടെ പാലും തേനും ഒക്കെ ഒഴുകി നടക്കുവാണോ എന്നുള്ളത്. കാരണം സത്യത്തിൽ പാലും തേനും ഒഴുകുക എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ദേശമായിരുന്നു കനാൻ ദേശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു ബേത്ലഹേം, കനാനിലെ ബേത്ലഹേമിലായിരുന്നു ഈ ഒരു ക്ഷാമം ഉണ്ടായിരിക്കുന്നത്. ബേത്ലഹേം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അപ്പത്തിന്റെ ഭവനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലർക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ബേത് ലഹേം എന്നാണ് പറയുന്നത്. ബേത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വീട്, ഭവനം. ഹല്ലേലൂയ. അങ്ങനെ ബേത്ലഹേം എന്ന് പറയുമ്പോൾ അപ്പത്തിന്റെ വീട്. ബെത്സെയ്ദ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം വരുന്നത്? കരുണ. അപ്പോൾ ബെത്സെയ്ദ എന്ന് പറയുമ്പോൾ എന്തായി? കരുണയുടെ വീട്. ഇനി ബേത് ഏൽ, ഏൽ എന്ന് വെച്ചാൽ സർവശക്തൻ, ദൈവം എന്നാണ് പറയുന്നത്. ബേത് ഏൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ ആലയം. അതാണ് ബethel എന്ന പേര് വന്നിട്ടുള്ളത്. പല വീടുകളിലൊക്കെ ഇപ്പം ബethel എന്ന് പറഞ്ഞിട്ടൊക്കെ വീടിന് നല്ല പേരൊക്കെ കൊടുക്കാറുണ്ട്. പലർക്കും ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ടൊന്നുമല്ല, ചുമ്മാ ഇട്ട് വെക്കുകയാണ് ബethel എന്നൊക്കെ പറഞ്ഞ്. ബethel എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ദൈവത്തിന്റെ ഭവനം. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് ചോദിച്ചേ, നീ ഒരു ബethel-ആണ്? പറയ്, നീ ഒരു ബethel-ആണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവത്തിന്റെ ആലയങ്ങളാണ്, ദൈവത്തിന്റെ ഭവനമാണ് പുതിയ നിയമത്തിൽ. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ബേത്ലഹേം എന്ന് പറയാണ്. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കൽ കൂടെ പറയാമോ? അപ്പത്തിന്റെ, ഒന്നുകൂടെ ശബ്ദത്തിൽ ഒന്നുകൂടെ പറയൂ. എന്തിന്റെ ഭവനം? അപ്പത്തിന്റെ ഭവനം. ബേത്ലഹേമിലെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്
ആട് വളർത്തലും കൃഷിയുമാണ്. എന്താ ജോലി? അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആട് വളർത്തലും കൃഷിയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അല്ലെ, നമ്മുടെ നാട്ടിലെ പച്ചക്കറി വരുന്നതും നമ്മുടെ നാട്ടിലേക്ക് വേണ്ട പാല് വരുന്നതും ഒക്കെ കേരളത്തിന് പുറത്തുള്ള പല സ്റ്റേറ്റുകളിൽ നിന്നാണ്. അവിടെ നിന്നതൊക്കെ വരാതെയായി പോയാൽ നമ്മുടെ സ്ഥിതി എന്താകും എന്നൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ബേത്ലഹേമിൽ നിന്നായിരുന്നു ചുറ്റുവട്ടത്തുള്ള എല്ലാ ദേശങ്ങളിലേക്കും വേണ്ട ഇറച്ചി പോയിക്കൊണ്ടിരുന്നത്, പാല് പോയിക്കൊണ്ടിരുന്നത്, പച്ചക്കറി പോയിക്കൊണ്ടിരുന്നത്, പഴവർഗ്ഗങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, ധാന്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബേത്ലഹേമിന് എന്ത് പേര് വന്നത്? അപ്പത്തിന്റെ ഭവനം. ഹല്ലേലൂയ! എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയുക? ഞാൻ പറയട്ടെ, ദേശം മുഴുവൻ ക്ഷാമത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ദേശത്തെങ്ങും ഒരു ഭക്ഷണവും ഇല്ലാതിരിക്കുമ്പോൾ ഭക്ഷണം ഒരു സ്ഥലമായിരുന്നു അത് ബേത്ലഹേം എന്ന് പറയുന്നത്. ഹല്ലേലൂയ! പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബേത്ലഹേമിന്റെ സ്ഥാനത്ത് ഇന്ന് സഭയാണ് നിൽക്കുന്നത്. ദേശങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ, ദേശത്തിന്റെ വിശപ്പ് മാറ്റുവാൻ, ദേശങ്ങളുടെ ദാഹം മാറ്റുവാൻ ആകെ സാധിക്കുന്ന സഭയിലൂടെ മാത്രമാണ്. അറിയാമോ? അത് ആത്മീയതയിലും ഭൗതികതയിലേക്കും നമ്മുടെ സഭ സമയങ്ങളായി കഴിഞ്ഞിരിക്കുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലോ? ശബ്ദം ഹല്ലേലൂയ. ബേത്ലഹേമിൽ എന്ത് വന്നു എന്നാ കേട്ടെ? എന്ത് വന്നു? പേരെന്തുവാ? അപ്പത്തിന്റെ ഭവനം. പക്ഷെ അകത്തെന്താണ്? ക്ഷാമം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സ്ഥിതി പലപ്പോഴും ഇതുപോലെയാണ്. നമ്മളൊക്കെ പറയുന്ന വിശ്വാസം ഭയങ്കര വലുതാ. വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കാറുണ്ട്, വലിയ സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ റിയാലിറ്റിയിൽ ചില സമയത്ത് ക്ഷാമമാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ബേത്ലഹേം അപ്പത്തിന്റെ ഭവനമാണെന്ന് അതിന് പേരുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ക്ഷാമം നേരിട്ടാലും ബേത്ലഹേമേ, നീ എന്നും ക്ഷാമത്തിൽ കിടക്കാനുള്ളതല്ല. നിന്റെ പേര് പോലെ തന്നെ ഒരു ദിവസം ക്ഷാമത്തിൽ കിടക്കുന്നവർക്ക് കൊടുക്കുവാനായിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നോക്കൂ, ബേത്ലഹേം അത് ഇപ്പോൾ ക്ഷാമമാണ്. പേരിന്റെ ഓപ്പോസിറ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത്. ആത്മീകമായിട്ട് ദൈവരാജ്യത്തിലാണെന്ന് പറഞ്ഞാലും ഭൗതികമായിട്ട് ക്ഷാമമാണ്. പ്രാർത്ഥനയൊക്കെ ഇപ്പൊ കൂടിയിട്ടുണ്ട് സിസ്റ്ററെ, ഉപവാസം ഇപ്പൊ കൂടിയിട്ടുണ്ട് സിസ്റ്ററെ, ഇപ്പോൾ ഞാൻ മോർണിംഗ് ഗ്ലോറിക്ക് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് സിസ്റ്ററെ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രശ്നത്തിനൊരു വിടുതലും ആയിട്ടില്ല. ഹല്ലേലൂയ. പറയട്ടെ, നീ ബേത്ലഹേമിലാണെങ്കിൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ, നീ ദൈവഹിത പ്രകാരം പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രശ്നമുണ്ടാകും. അത് സ്വാഭാവികം മാത്രമാണ്. ഹല്ലേലൂയ. നീതിമാനായാലും പ്രശ്നം ഉണ്ടാകും. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് പോകാം. അവിടെ നമുക്ക് ഇയ്യോബിനെ കുറിച്ച് കാണാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനത്തിൽ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, അവൻ ആരായിരുന്നു? അവൻ വായിച്ചു നോക്കിയേ, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ ആരായിരുന്നു? നിഷ്കളങ്കനും. അവൻ നിഷ്കളങ്കനും, ശബ്ദമുയർത്തി, നേരുള്ളവനും, ദൈവഭക്തനും, ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. 4 കാര്യം കാണാം. ആ പുള്ളിക്കാരൻ നിഷ്കളങ്കനായിരുന്നു. പറഞ്ഞേ, നിഷ്കളങ്കൻ. ആരുടെ കഥയാ ഞാനിപ്പോ പറയുന്നേ? ഇയ്യോബിന്റെ കഥയാ. ഡാമിയൻ പാസ്റ്ററിന്റെ കഥയല്ല, ഇയ്യോബിന്റെ കഥ. ഇങ്ങോട്ട് തിരിച്ചു പോയ എല്ലാവരും. ഓക്കെ, അവൻ എവിടെയാണ്? അവൻ നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2, നേരുള്ള വ്യക്തിയാണ്. 3, ദൈവഭക്തനായ വ്യക്തിയാണ്. 4, ദോഷം. എന്റെ ദൈവമേ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പുണ്യാളനാണ്, പുണ്യാളൻ. പക്ഷേ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് കടൽക്കരയിൽ നിൽക്കുമ്പോൾ കാലിനടിയിൽ നിന്ന് മണ്ണ് ചോർന്നു പോകുന്നത് പോലെ തൻ്റെ സ്വത്ത്, സമ്പത്ത്, പുത്രന്മാർ, തൻ്റെ ഭാര്യ തുടങ്ങി സകലതും തനിക്ക് നഷ്ടമായി. മാത്രമല്ല, തൻ്റെ ശരീരത്തിൽ മാരകമായിട്ടുള്ളൊരു ത്വക്ക് രോഗം കൂടെ കയറി പിടിച്ചു. നിഷ്കളങ്കനല്ലായിരുന്നോ? നീതിമാനല്ലായിരുന്നോ? ദോഷം വിട്ടകുന്നവനല്ലായിരുന്നോ? പഴയ പാരമ്പര്യത്തിൽ നിന്നും പഴയ ജീവിത രീതികളിൽ നിന്നും വ്യർത്ഥമായ അവസ്ഥയിൽ നിന്നൊക്കെ പുറത്തു വന്ന് സ്നാനമേറ്റ് പലതിൻ്റെ നടുവിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബമല്ലേ? ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുന്നവരല്ലേ? കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുന്നവരല്ലേ? പ്രാർത്ഥിക്കുന്ന കുടുംബമല്ലേ? എന്നിട്ടും ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ലോകം അവനെ നോക്കി പറഞ്ഞപ്പോഴും ഇയ്യോബ് ചാപ്റ്ററിന്റെ ഒടുവിൽ ഏറ്റവും അവസാനത്തെ വചനം എനിക്ക് ഭയങ്കര ഇഷ്ടം. 22-ാമത്തെ വചനം, 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം ഒന്ന് നോക്കിക്കേ. ഇതിലൊന്നിലും
ഒന്നിലും, ബാക്കി വായിച്ചേ, ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇതിനകത്തൊന്നിലും ഇയ്യോബ് ഒരു പാപം ചെയ്യുകയോ ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ലായിരുന്നു. അതിന്റെ അർത്ഥം നീതിമാനായി ഇരിക്കുമ്പോൾ തന്നെ, ദൈവവേലയിൽ ആയിരിക്കുമ്പോൾ തന്നെ, നിഷ്കളങ്കനായി ഇരിക്കുമ്പോൾ തന്നെ, ദൈവഹിതപ്രകാരം ജീവിതം കൊണ്ടുപോകുമ്പോൾ തന്നെ, ബേത്ലഹേമേ, നിന്റെ ജീവിതത്തിൽ ക്ഷാമം ഉണ്ടായെന്ന് വന്നേക്കാം, പക്ഷെ ആ ക്ഷാമത്തിൽ നീ തകർന്നു പോകുകയില്ല. ദൈവത്തിനെതിരെ നിന്നു പോകരുത്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ഇയ്യോബിന്റെ ജീവിതത്തിൽ ക്ഷാമമായിരുന്നു. ക്ഷാമം എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ക്ഷാമമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇയ്യോബ് ഒരിക്കൽ പോലും ദൈവത്തെ വിട്ടു പോയില്ല. എന്നാൽ നമുക്ക് വീണ്ടും രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരാം. 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനത്തിൽ കാണാം, ഇവരെന്ത് ചെയ്തു? ബേത്ലഹേമിൽ നിന്ന് ഏറ്റവും താഴത്തെ ഭാഗം നോക്കിയാൽ കാണാം, മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. ഇപ്പോൾ ഇവർ ബേത്ലഹേമിൽ നിന്ന് എങ്ങോട്ടാ പോയിരിക്കുന്നത്? ബേത്ലഹേം, അത് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞു, അപ്പത്തിന്റെ ഭവനം. എന്നാൽ മോവാബ് എന്നുള്ളത് ശപിക്കപ്പെട്ട ദേശമാണ്. എന്താണ്? അല്പം കൂടി ഉറക്കെ പറയൂ. മറ്റ് ബ്ലെസ്സിങ്സ് അറിയില്ല. മോവാബ് എന്നത് എന്താണ്? ശപിക്കപ്പെട്ട ദേശമാണ്. ദൈവത്തിന്റെ കണ്ണിൽ ശപിക്കപ്പെട്ട തലമുറയാണ് മോവാബ് എന്ന് പറയുന്നത്. മോവാബിന്റെ ചരിത്രം, മോവാബ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ് കേട്ടോ. മോവാബിന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലോത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അബ്രഹാമിന്റെ സഹോദര പുത്രനായിരുന്നു ആര്? ലോത്ത്. ഒരു ദിവസം ലോത്ത് അബ്രഹാമിനോട് പറയുകയാണ്, നിനക്കും എനിക്കും തമ്മിൽ ഇനി ഒരുമിച്ച് പോകാൻ പറ്റില്ല, നമ്മുടെ വീട്ടുകാർ ഭാര്യമാര് തമ്മിൽ ചേരില്ല, നമ്മുടെ ഇടയന്മാര് തമ്മിൽ ചേരില്ല, നമ്മുടെ ജോലിക്കാർ തമ്മിൽ ചേരില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് അങ്ങ് പിരിയാം എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ അബ്രഹാം പറഞ്ഞു, ഏതായാലും പിരിയാൻ പോവുക, അവൻ എന്താ തീരുമാനം എടുക്കണമെങ്കിൽ എടുത്തോട്ടെ. എന്നിട്ട് പറഞ്ഞു ലോത്തിനോട്, ലോത്ത് നീ ഇടത്തോട്ട് പോവാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകുമെന്ന് പറഞ്ഞു. ലോത്താണെങ്കിൽ ഏറ്റവും നീരോട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അതിനുശേഷം ലോത്ത് എങ്ങോട്ട് പോയി? നല്ല നീരോട്ടുള്ള സ്ഥലം നോക്കി, യോർദാൻ അക്കരെയുള്ള സ്ഥലം നോക്കിയിട്ട് അദ്ദേഹം യാത്ര തിരിച്ചു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാപത്തിൽ വഷളത്വത്തിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ദൈവം പറഞ്ഞു, ആ ദേശത്തിന് എന്തു കൊടുക്കാൻ പോവാ? നാശം കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞു. എന്നിട്ട് തീയും ഗന്ധകവും സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിച്ച് സോദോം ഗൊമോറ എന്ന രീതിയിലേക്ക് ആ ദേശം മാറ്റപ്പെട്ടു. എത്ര പേർക്ക് ആ കഥയറിയാം? ഞാൻ വേഗത്തിൽ പോവുകയാണ്. എന്നാൽ അന്ന് ആ തീയും ഗന്ധകവും അവിടെ വീണ് ആ ദേശം സോദോം ആൻഡ് ഗൊമോറ ആയിട്ട് മാറുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ആ ലോത്തിനെയും ലോത്തിന്റെ ഭാര്യയെയും 2 പെൺമക്കളെയും തന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? ദൂതന്മാരോടി. അവർക്ക് പോകാൻ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ദൂതന്മാര് വിളിച്ചുകൊണ്ട് വന്ന ചില ആളുകളൊക്കെ ഞായറാഴ്ച ഇതുപോലെയാണ്, ദൂതന്മാര് വിളിച്ചുണർത്തുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്? വീട്ടുകാര് പിടിച്ച് വലിച്ചാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, തന്നിഷ്ടത്തിൽ ആരാധിക്കാൻ തുടങ്ങണം. പറഞ്ഞേ ഹല്ലേലൂയ. ദൂതന്മാര് വലിച്ചിറക്കുന്ന പോലെ ഭാര്യമാര് വലിച്ചിറക്കണം, ഭർത്താക്കന്മാര് വലിച്ചിറക്കണം. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു അമ്മ ഒരു മകൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ വന്നിട്ട് വിളിക്കണം, മോനെ ഇന്ന് നീ പള്ളി പോണം, എഴുന്നേക്കട മോനെ, എഴുന്നേക്കട മോനെ. മോൻ പിന്നെയും പറഞ്ഞു, അമ്മേ സാരില്ല, കുറച്ചു നേരം കൂടി കഴിയട്ടെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെയും ചെന്നിട്ട് പറഞ്ഞു, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ, മോനെ നീ എഴുന്നേൽക്കട മോനെ, എഴുന്നേൽക്കട മോനെ. അമ്മയോട് പിന്നെയും മോൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? എനിക്കിപ്പോ വയ്യമ്മ, കുറച്ചു നേരം കൂടി കിടക്കട്ടെ. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ പറയുന്ന പോലെ കുറച്ചു നേരം കൂടി കിടക്കട്ടെ അമ്മ എന്ന് പറഞ്ഞു. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമായി. അമ്മ ചെന്നിട്ട് അവന്റെ മുഖത്തുള്ള പുതപ്പെടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു, എടാ മോനെ നീ എഴുന്നേൽക്കടാ, നീ ആ സഭയിലെ പാസ്റ്റർ പോയി പ്രസംഗിക്കാനുള്ളതാ നീ. ഹല്ലേലൂയ. ഇതുപോലെയാ ചില ആളുകളൊക്കെ. എങ്ങനെയാ? എഴുന്നേക്കാൻ വലിയ മണിയാ. ഞായറാഴ്ച ആരാധനയ്ക്ക് വരാൻ ആരെങ്കിലും ഒക്കെ കുരുക്കിട്ട് വലിച്ചുകൊണ്ട് വരണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് പലരും ഒക്കെ കുരുക്കിട്ട് വലിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സമയം വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നീ പലരെയും വിളിച്ചുകൊണ്ടുവരുന്ന വിധത്തിൽ ദൈവം നിങ്ങളെ മാറ്റുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ തലമുറകളെ മാറ്റുവാനായിട്ട് പോവുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ദൂതന്മാര് കൊണ്ടുവന്നു. നേരെ ഒരു പർവ്വതത്തിലോട്ട് പോയി. പോണ വഴിക്ക് പെണ്ണുമുള്ള ആരാണ്? ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു നോക്കി. പുള്ളിക്കാരി എന്തായി? ഒരു ഉപ്പുതൂണായിട്ടൊക്കെ മാറി. പിന്നെ ഇപ്പൊ ആരൊക്കെയുള്ളൂ? ലോത്തിന് 2 പെൺമക്കളേ ഉള്ളൂ. പക്ഷെ ഈ പെൺമക്കൾ സ്വന്തം അപ്പനെ തന്നെ പ്രാപിച്ച് അവനിൽ ഗർഭം ധരിച്ചുണ്ടായ 2 മക്കളാണ് അമ്മോൻ ആൻഡ് മോവാബ് എന്ന് പറയുന്ന 2 പേര്. അവരുടെ സന്തതി പരമ്പരകളാണ് അമ്മോന്യരും മോവാബിരും എന്ന് പറയുന്നത്. അതായത് സ്വന്തം പെൺമക്കളിൽ ഒരു പുരുഷന് ജനിച്ച അപ്പന് ജനിച്ച മക്കളാണ് അവർ. അതുകൊണ്ട് തന്നെ ആവർത്തന പുസ്തകത്തിൽ ദൈവം
തമ്പുരാൻ വ്യക്തമായി പറയുന്നുണ്ട്, മോവാബ്യർ ദൈവസന്നിധിയിൽ വന്നുകൂടാ, അവന്റെ 10 തലമുറ ദൈവ സാന്നിധ്യത്തിൽ കാല് ചവിട്ടി പോകരുത്. ഹല്ലേലൂയ. അതുപോലെ ശപിക്കപ്പെട്ട ഒരു ദേശം, ശപിക്കപ്പെട്ട ഒരു തലമുറ, ശപിക്കപ്പെട്ട ഒരു ജനവിഭാഗം എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നവരായിരുന്നു ആര്? മോവാബ്യർ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നോക്ക്, യഹൂദന്മാരായിട്ടുള്ള 4 പേർ അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? മോവാബിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ദൈവത്തിന്റെ നന്മയിൽ നിന്ന്, ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ശാപത്തിന്റെ ഇടത്തിലേക്ക്, ദൈവം അനുവദിച്ചിട്ടില്ലാത്ത ഇടത്തിലേക്ക് അവർ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൂതൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. മോവാബ്യരും ഇസ്രായേലും തമ്മിൽ എന്നും യുദ്ധമാണ്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമുക്ക് ഇവർ മരുഭൂമിയിലൂടെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോവാബിർ വന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഇവരെ യുദ്ധം നടത്തുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വന്നാൽ അവിടെയും കാണാം മോവാബിർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇസ്രായേൽ മക്കൾ ഉപദ്രവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു സംഭവം കാണാലോ, എവിടെയാണ്? മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാളുടെ പേര് ബാലാക്ക് എന്നായിരുന്നു. ആ രാജാവ് ഒരു പ്രവാചകനെ പുള്ളിക്കാരൻ പൈസ കൊടുത്ത് വിലക്ക് വാങ്ങിയല്ലോ. ആരായിരുന്നു ആ പ്രവാചകൻ? ആർക്കും അറിയാം? ബിലയാം. യെസ്, ബിലയാം. ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ബാലാക്ക് എന്ന് പറയുന്ന ഒരു രാജാവ് പൈസ കൊടുത്ത്, കൂലി കൊടുത്ത് വാങ്ങിയിട്ട് ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവചിക്കാൻ വേണ്ടി ആക്കി വെച്ചു. ആ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് മോവാബ്യ രാജാവായിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും എതിർപ്പുള്ള ഒരു രാജ്യക്കാരായിരുന്നു മോവാബ്യർ. ഇസ്രായേല്യർ ഒരിക്കലും മോവാബിലേക്ക് ഇറങ്ങിപ്പോകില്ല. കാരണം അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയില്ല എന്ന് വ്യക്തമായിട്ട് അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇവിടെ ഈ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്ന 2-ാമത്തെ വചനത്തിൽ കാണാം. ഇവിടെ ആ കുടുംബത്തിന്റെ മൂത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി എന്ന് പറയുന്നത് ആ വീട്ടിലെ വീട്ടുടമസ്ഥനായ വ്യക്തിയാണ്, ഭർത്താവാണ്, അവിടുത്തെ അപ്പനാണ്. അവന്റെ പേരൊന്ന് വായിച്ചേ. എലീമേലെക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. നോക്കൂ, എലിമെലെക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദ ലോർഡ് ഈസ് മൈ കിങ്, ദ ഗോഡ് ഈസ് മൈ കിങ്, ദൈവം എന്റെ രാജാവാകുന്നു എന്നാണ് എലിമെലെക്ക് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ തന്നെ നവമി എന്ന വാക്കിന്റെ അർത്ഥം പ്ലസന്റ് അഥവാ സന്തോഷവതി എന്നാണ് അർത്ഥം. എന്നാൽ മഹ്ലോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സിക്ലി അഥവാ രോഗി എന്നാണ് അർത്ഥം. കില്യോൻ എന്ന വാക്കിന്റെ അർത്ഥം ബ്രോക്കൺ ഹാർട്ട് അല്ലെങ്കിൽ തകർക്കപ്പെട്ടിരിക്കുന്ന ഹൃദയം. നോക്കൂ, ദൈവം രാജാവ് എന്ന് പറയുന്ന അപ്പൻ, സന്തോഷവതിയായ അമ്മ എന്ന 2 മക്കൾ. എന്തൊക്കെയോ പേര്? ഒരെണ്ണത്തിന് രോഗി, ഒരെണ്ണം തകർക്കപ്പെട്ട ഹൃദയം. ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, 2 മക്കളും. ഇതാണ് അവരുടെ കുടുംബം എന്ന് പറയുന്നത്. പക്ഷെ 4 വയറുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ലായ്മ നിമിത്തം ഇപ്പോൾ ഇവർ എങ്ങോട്ടാ പോയിരിക്കുന്നത്? മോവാബിലേക്ക് അവർ പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മോവാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും കൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് വരാം. മോവാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ മോവാബ് എന്ന് പറഞ്ഞാൽ കാണാൻ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പൊ ബേത്ലഹേമിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ പച്ചയുണ്ട്, അവിടെ ആഹാരമുണ്ട്, അവിടെ ഗോതമ്പുണ്ട്, അവിടെ നന്മയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ നല്ല പച്ചപ്പുള്ളൊരിടമാണ് മോവാബ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മോവാബ് എന്ന് പറയുന്നത് നമ്മെ ആകർഷിപ്പിക്കുന്ന ലോകത്തിന്റെ പച്ചപ്പാണ്. മനസ്സിലായില്ല? ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. എന്നെയും നിങ്ങളെയും ആകർഷിക്കുന്ന ലോകത്തിന്റെ പച്ചപ്പാണ് മോവാബ് എന്ന് പറയുന്നത്. കാഴ്ചയ്ക്ക് ഏറ്റവും മനോഹരമായ സ്ഥലമായിട്ട് അതിനെ കണ്ടാൽ തോന്നും. പക്ഷേ അത് ദൈവം ശപിച്ച ഇടമാണ്. ഹല്ലേലൂയ. ദൈവം ശപിച്ച ഇടം, പക്ഷെ കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ഇടമാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഫാമിലിയിൽ ബൈബിൾ ക്ലാസ് നടത്തുന്ന സമയത്ത് പാസ്റ്റർ ഡാമിൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്കവിടെ 3-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹവ്വ എന്ന് പറയുന്ന ആദ്യത്തെ സ്ത്രീ ഒരു മരത്തിന്റെ അടുക്കിലേക്ക് അതിന്റെ പഴം പറിച്ച് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ മരത്തിന്റെ പേരൊന്ന് പറയാമോ? ആർക്ക് പറയാം? എന്താണ് ആ വൃക്ഷത്തിന്റെ പേര്? എന്താണ് ആ വൃക്ഷത്തിന്റെ പേര്? ജീവവൃക്ഷമല്ല. എന്താ വൃക്ഷത്തിന്റെ പേര്? എന്തായിരുന്നു വൃക്ഷത്തിന്റെ പേര്? നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. ഒന്നുകൂടെ പറയൂ. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. The tree of good and evil. നന്മയുടെയും
തിന്മയുടെയും വൃക്ഷം. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞ നന്മയുടെയും തിന്മയുടെയും വൃക്ഷം. ഹല്ലേലൂയ. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വചനം അതാണ്. 1 മുതലുള്ള ഭാഗത്തേക്ക് ദയവായിട്ടൊന്ന് വരാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും. പയ്യെ വായിക്കണേ. ആ വൃക്ഷഫലം എന്തായിരുന്നു? തിന്മാൻ നല്ലത്. എങ്ങനെയായിരുന്നു? തിന്നാൻ നല്ലത്, പിന്നെ കാണാൻ ഭംഗി, പിന്നെ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും. ബ്രഹ്മിയൊക്കെ കഴിച്ചാൽ നല്ല ഓർമ്മ ഉണ്ടാവും എന്നൊക്കെ സാധാരണ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ജ്ഞാനം കിട്ടാൻ വേണ്ടിട്ട് നല്ല കാമ്യമുള്ളത്. ഈ വൃക്ഷത്തിന്റെ പേരെന്താ? നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. നന്മ തിന്മയുടെ വൃക്ഷം. അപ്പൊ ആ വൃക്ഷത്തിനകത്ത് എന്തുണ്ട്? നന്മയുണ്ട്, പിന്നെ എന്തുണ്ട്? തിന്മയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഈ സ്ത്രീ വന്നിട്ട് ഈ ഭക്ഷണം കഴിക്കാൻ നേരത്ത്, ഈ പഴം കഴിക്കാൻ നേരത്ത് പുള്ളിക്കാരി നോക്കിയപ്പോൾ തിന്മാൻ നല്ലത്. അപ്പൊ നല്ലതാണോ അത്? നല്ലത്. കാണാൻ ഭംഗിയുള്ളത്. ആ വൃക്ഷത്തിന്റെ നല്ല വശമല്ലേ കണ്ടത്? ശരി. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ആ വൃക്ഷത്തിന്റെ നല്ലതല്ലേ കണ്ടത്? ശരി. നല്ല ഭാഗം മാത്രമേ അവള് കണ്ടുള്ളൂ. അതിന്റെ നല്ല ഭാഗം മാത്രം കണ്ടാണ് അവൾ അത് പിടിച്ചെടുത്തത്. പക്ഷെ അതിന്റെ പുറകിൽ ഒരു തിന്മയുണ്ടായിരുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇത് തന്നെയാണ് മോവാബ് എന്ന് പറയുന്നത്. വിശ്വാസികളെ ജീവിതത്തിൽ ലോകത്തിന്റെ ചില പച്ചപ്പുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കാണാൻ നല്ല ഭംഗിയാ, കഴിക്കാൻ വളരെ നല്ലതാ, ജ്ഞാനം കിട്ടാൻ, അറിവ് കിട്ടാൻ കാമ്യമാ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ പുറകിൽ പോകുമ്പോൾ അതിന്റെ പിറകിൽ ഒരു തിന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, പച്ചപ്പിന്റെ പുറകെ പോകരുത്. പറഞ്ഞേ. ലോത്ത് പോയത് പച്ചപ്പിന്റെ പുറകെയാ. പച്ചപ്പിന്റെ പുറകെ പോയത്. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയാ, പച്ചപ്പിന്റെ പുറകെ പോകരുത്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് ജോലി, ഏത് വിവാഹം, എങ്ങനെ മുന്നോട്ട് പോകണം തീരുമാനമെടുക്കണം. കാണാൻ നല്ലതിന്റെ പുറകെയല്ല, മറിച്ച് ദൈവത്തിന്റെ ഹിതത്തിന്റെ പുറകെ പോകണം. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയൂ. അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, പച്ചപ്പിന്റെ മോവാബിലേക്ക് പോകരുത്. പറഞ്ഞേ. പച്ചപ്പിന്റെ മോവാബിലേക്ക് പോകരുത്. ഹല്ലേലൂയ. മോവാബ് എന്ന് പറയുന്നത് അത് പിന്മാറ്റത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. മോവാബ് ഇറങ്ങിപ്പോകുന്ന ഒരു കാര്യം. വളരെ നന്നായിട്ട് വിശ്വാസത്തിൽ നിന്നു ഇല്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ ഇപ്പൊ പ്രാർത്ഥന കാറ്റഴിച്ചു വിട്ട പോലെ പോയി. എന്താ പറ്റിയെന്നറിയാമോ? അത് എന്റെ സോണിലുള്ള ഒരു സഹോദരി അങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ പ്രാർത്ഥനയ്ക്കൂല, ഇനി ഞാൻ കൂട്ടായ്മയ്ക്കൂല, ഇനി ഞാൻ ഒന്നിനുമില്ല. ഹല്ലേലൂയ. ഒരാളുടെ ചെറിയൊരു വാക്ക്, ഏറ്റ ചെറിയൊരു വേദന, ഏറ്റ ചെറിയൊരു മുറിവ്, അതിൻ്റെ പേരിൽ പ്രാർത്ഥനയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, വിളിയിൽ നിന്ന്, തെരഞ്ഞെടുപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ എൻ്റെ പൊന്ന് സഹോദരി, സഹോദര, നിങ്ങൾ ഇറങ്ങിപ്പോയിരിക്കുന്ന മോവാബിലേക്കാ. ഇരുന്ന് ചിന്തിച്ചാ മതി. ചിന്തിച്ചോ? ഒരു കുഴപ്പമില്ല. ചിന്തിക്ക്. തിങ്ക് ബ്രേക്ക് എന്ന് നമ്മുടെ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? നമ്മൾ ഇറങ്ങിപ്പോയത് എങ്ങോട്ടാ? പറയൂ, ഉറക്കെ പറയൂ. മോവാബിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ഹല്ലേലൂയ. സാധാരണ 2 തരത്തിലുള്ള പാപങ്ങളെ കുറിച്ച് പറയാണ്ട്. സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയാം. സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. ഇപ്പം ആ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പാസ്റ്റർ അന്ന് പഠിപ്പിച്ചപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതാണ്ട് 2500 സ്പീഷ്യസ് ഉണ്ട്. ശരിക്കും ഫലം തരുന്ന വൃക്ഷങ്ങൾ എന്ന് പറയാനായിട്ട് 2500 ഫലം തരുന്ന വൃക്ഷങ്ങളുണ്ട് ഈ ഭൂമിയിൽ. പക്ഷേ ദൈവം പറഞ്ഞത് അതിന്റെ 2499 കഴിച്ചോ, അല്ലെങ്കിൽ 98 കഴിച്ചോ. ഈ ഒരെണ്ണം കഴിക്കണ്ടെന്നേ പറഞ്ഞോളൂ. പക്ഷേ ആ കഴിക്കണ്ട എന്ന് പറഞ്ഞത് തന്നെ എന്ത് ചെയ്യണം? പറ. കഴിക്കണ്ട എന്ന് പറഞ്ഞത് തന്നെ എന്ത് ചെയ്യണം? കഴിക്കണം. അതാണ് സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്ന പ്രവണത. ഹല്ലേലൂയ. സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയും. ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്, പക്ഷെ അത് ചെയ്യൂല. ഹല്ലേലൂയ. അത് ദൈവം എൻ്റെ സ്വപ്നത്തിൽ വന്ന് വെളിപ്പെടുത്തി എന്നോട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് പിന്നെ ഒരു ദൂതനെയും കൂടി അയച്ച് വെള്ളത്തിലോട്ട് ഇറക്കിയാൽ ഞാൻ സ്നാനപ്പെടാം. അങ്ങനെ ഒന്നും ഇറക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ദൂതന്മാർ വരാനും പോകുന്നില്ല. ആ ദൈവത്തിന്റെ കൽപ്പനയാണ്. ആ കൽപ്പനയെ കുറിച്ച് ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് സ്നാനപ്പെടണം. എത്ര പേര് ആമേൻ പറയും?
സിൻ ഓഫ് ഒമിഷൻ, ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പന തിരസ്കരിക്കുന്നത്. പക്ഷേ ഈ സിൻ ഓഫ് ഒമിഷൻ ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും ഭയങ്കരമായ പ്രശ്നം. ഹല്ലേലൂയ. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും അപകടകരം. എന്ന് വെച്ചാൽ നിന്നെ കർത്താവ് ഒരു പ്രാർത്ഥനക്കാരിയായി വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ കർത്താവ് ഒരു ശുശ്രൂഷക്കാരനോ ശുശ്രൂഷക്കാരിയോ ആയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഒരു പ്രത്യേക വിളി തന്ന് ഒരു സ്ഥലത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നീ അത് ചെയ്യേണ്ടതാണ് എന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ പലതിന്റെ കാരണം പറഞ്ഞ്, പലതിന്റെ കുറ്റം പറഞ്ഞ്, പല മുട്ടുന്യായങ്ങളും പറഞ്ഞ്, നാടൻ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, അതിൽ നിന്ന് മാറിപ്പോകുന്നത് സിൻ ഓഫ് ഒമിഷൻ ആണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞേ, മുട്ടുന്യായം ഒന്നും കർത്താവിന്റെ അടുക്ക് നടക്കൂല. പറഞ്ഞേ, കർത്താവ് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം മുട്ടുന്യായൊന്നും പറയാൻ പറ്റത്തില്ല. കർത്താവ് വിളിച്ച വിളിക്കൊത്തവണ്ണം, അവന്റെ മഹത്വത്തിനൊത്തവണ്ണം, അവന്റെ കൃപയ്ക്കൊത്തവണ്ണം, അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കേണ്ടത്, അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായതിന് നന്ദി മാത്രമാ. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലേ, വലിയ വിളച്ചിലൊന്നും എടുക്കണ്ട, ചെവിയിൽ പിടിച്ച് നുള്ളിക്കോ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നുള്ളിച്ചില്ലായിരുന്നോ? നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വിളച്ചിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അവന്റെ കൃപ കൊണ്ട് മാത്രമാണ്, അവൻ നമ്മോട് ചെയ്ത ദയ കൊണ്ട് മാത്രമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. നോക്കുക, ബേത്ലഹേം എന്താണ്? ബേത്ലഹേം അപ്പത്തിന്റെ ഭവനം. അപ്പത്തിന്റെ ഭവനത്തിനകത്ത് ഇടയ്ക്ക് എന്തുണ്ടാകും? ക്ഷാമമുണ്ടാകും. അത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പച്ചപ്പിന്റെ സ്ഥലം അന്വേഷിച്ചിട്ട്, ഇനി അടുത്ത 2 വർഷത്തേക്ക് ഞാൻ ആരാധനയ്ക്കൊന്നും വരില്ലാട്ടോ സിസ്റ്ററെ, എൻ്റെ വീട്ടിലെ കടഭാരം മാറാൻ വേണ്ടി ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാറരുത്. നീ പോലും അറിയാതെ പിശാച് നിന്നെ മോവാബിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോകരുത്. പറഞ്ഞേ, ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറ, ദൈവ ഇഷ്ടത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വിശ്വാസ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, കൂട്ടായ്മകളിൽ ഒക്കെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അതിൻ്റെതായ പേരിൽ പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മോവാബിലേക്കാ പോയത്. അവിടുന്ന് തിരിച്ച് ബേത്ലഹേമിലേക്ക് തിരികെ വരണം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, നേരത്തെ അവര് 4 പേരും കൂടെ എങ്ങോട്ടാ പോയത്? മോവാബിലോട്ട് പോയി. വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാ പോയത്. ശത്രുവിന്റെ അല്ലെങ്കിൽ നാശത്തിന്റെ അല്ലെങ്കിൽ ശാപത്തിന്റെ ഒരു പട്ടണത്തിലേക്ക് പോയി വയറ് നിറയുന്നതിനേക്കാൾ നല്ലത് ദൈവഹിതത്തിന്റെ സ്ഥലത്ത് പട്ടിണി കിടക്കുന്നത് തന്നെയാ. അതിന്റെ ചങ്കൂറ്റമാ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ശത്രുവിന്റെ പാളയത്തിൽ പോയി, ശത്രുവിന്റെ അടുക്കൽ പോയി, ശാപത്തിന്റെ സ്ഥലത്ത് പോയി നിന്ന് വയറ് നിറയുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് പട്ടിണി കിടക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെയാണ് ശദ്രക്കും അബേദ്നെഗോം മേശക്കും കൂടെ പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും, ബാക്കി എന്താ പറയുന്നേ? വിടുവിച്ചില്ലേലും ശരി, ഈ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ മാറുകയില്ല. അടുത്തിരിക്കുന്ന 2 പേർക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, ദൈവഹിതത്തിൽ നിന്നുകൊണ്ട് പട്ടിണി കിടക്കുന്നത് നല്ലത്. പറഞ്ഞേ, ദൈവഹിതത്തിൽ നിന്നുകൊണ്ട് പട്ടിണി കിടക്കുന്നത് നല്ലത്. ശത്രുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്വസ്ഥത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് വേദന അനുഭവിക്കുന്നതാ. ചിലരൊക്കെ പറയാറുണ്ട്, സിസ്റ്റർ ഇപ്പൊ ഞാൻ ഒന്നിനുമില്ല, ഞാൻ 10 മണിക്ക് നേരെ വന്ന് ആരാധിക്കും, 12 മണിയാകുമ്പത്തേനും കാറിന്റെ വൈപ്പർ അടിക്കുന്ന പോലെ കൈ ഇങ്ങനെ വൈപ്പർ അടിച്ച് ഡാമിയൻ പാസ് എഴുന്നേറ്റ് ഹല്ലേലൂയ പറയുമ്പോ ആരും കാണാതെ ഞാൻ ആ ഡോറിൽ കൂടെ ഒരു മുങ്ങും. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല, ആരും എന്നെ ഒന്നും പറയാറില്ല. എന്തൊരു സ്വസ്ഥതയുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ശത്രുവിന്റെ പാളയത്തിൽ മോവാബിൽ നിന്നുകൊണ്ടാ നീ സ്വസ്ഥത അനുഭവിക്കുന്നത് എന്ന ദൈവവേലയുടെ സ്റ്റാൻഡിൽ, ദൈവഹിതത്തിന്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് വേദന അനുഭവിക്കുന്നതാ ഒരു വിശ്വാസി. കൈകളുണ്ടെങ്കിൽ കൈകൾ അടിച്ചൊരു ഹല്ലേലൂയ. ദൈവഹിതത്തിനനുസരിച്ച് പോകുമ്പോൾ വിശ്വാസിയെ വെല്ലുവിളി ഉണ്ടാകും.
പല മേഖലകളിൽ, കുടുംബത്തിൽ വെല്ലുവിളി, പ്രശ്നങ്ങളിലൂടെ വെല്ലുവിളി, ഒരുപക്ഷെ നീ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ നിന്ന് വെല്ലുവിളി, പല വെല്ലുവിളികൾ ഉണ്ടായെന്നിരിക്കാനും കുത്തി വീട്ടിനകത്ത് കയറിയിരിക്കരുത്. വീട്ടിലിരുന്ന് കാണുന്ന പലരും ഒക്കെ ഉണ്ട്. കുത്തി വീട്ടിനകത്ത് കയറിയിരിക്കരുത്. നിന്നെ ഏൽപ്പിച്ച ആത്മിക നേതൃത്വത്തോടൊപ്പം ചേർന്ന് ആരാധിച്ച മോവാബിൽ നിന്ന് പുറത്തു വന്ന് ബേത്ലഹേമിലേക്ക് നീ തിരികെ നടക്കണം. ഹല്ലേലൂയ. മോശയെ നോക്കിക്കേ. മോശയുടെ ജീവിതത്തിൽ മോവാബിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷെ മോശ പോയില്ല. ദാവീദിനെ നോക്കിക്കേ. ഞാൻ ആദ്യം ദാവീദിനെ കുറിച്ച് പറയാം. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ മുമ്പ് രാജാവായിരുന്ന ആളായിരുന്നു ആര്? ശൗൽ. എത്ര പേർക്ക് ശൗലിനെ കുറിച്ച് അറിയാം? ശൗൽ രാജാവായിരുന്ന സമയത്ത് ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ഗോലിയാത്തിനെ കൊന്നു. ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞപ്പം ആളുകളെല്ലാം കൂടി ഒരു പാട്ട് പാടാൻ തുടങ്ങി. എന്ത് പാട്ടാ പാടിയത്? ശൗലായിരത്തെ ദാവീദോ. ഒന്നുകൂടെ പാടിക്കേ. ശൗലായിരത്തെ ദാവീദോ 10,000. എന്റെ ദൈവമേ, അത് കേട്ടതോടുകൂടി ശൗലിനകത്ത് അസൂയയും ദേഷ്യവും വിദ്വേഷം എല്ലാം തുടങ്ങി. അന്ന് തുടങ്ങി പുള്ളിക്കാരന്റെ കണ്ണുകടി. ആ കണ്ണുകടിയിൽ നിന്ന് പിന്നീട് എങ്ങനെയും ആരെ കൊല്ലണം? ദാവീദിനെ കൊല്ലണം. ദാവീദിനെ കൊല്ലാൻ വേണ്ടി അന്വേഷിച്ച് അവനെ തെരഞ്ഞ് താൻ നടക്കുന്ന സമയത്ത് ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു അദുല്ലാം ഗുഹയിലേക്ക് പോയി. 1 ശമൂവേലിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലാണ്. നമുക്ക് അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ കാണാൻ, വായിക്കണമെന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. അദുല്ലാം ഗുഹയിലേക്ക് ദാവീദ് ഒളിക്കാൻ പോയി. ദാവീദ് അബ്ദുല്ലാം ഗുഹയിലേക്ക് ഒളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ ഭവനക്കാരൊക്കെയും പിന്നെ അവിടെ ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ചിരി വരുമോ, സങ്കടം വരുമോ, സന്തോഷം വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് എല്ലാ കാലത്തും ലീഡർമാരുടെ കൂടെയുള്ള ഒരു ഗ്രൂപ്പാണത്. എന്തൊക്കെയാണെന്നറിയാമോ? ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് ചോദിച്ചേ, ഈ ലിസ്റ്റിൽ നിങ്ങളുണ്ടോന്ന് ചോദിച്ചേ. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ. ഈ ലിസ്റ്റിൽ നിങ്ങൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്തി കാണിക്കാം. നന്നായി. കടം, ഞെരുക്കം, സന്തുഷ്ടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്. നിങ്ങളാരുമില്ല അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഡയമണ്ട് ബാസിന്റെ കൂടെ പോകാൻ അത്ര യോഗ്യത ഇല്ലാത്തത്. ഏതൊരു ലീഡറിന്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഏറ്റവും യോഗ്യതയുള്ള 3 ഗ്രൂപ്പാണ്. എന്താണത്? പറ. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തോഷമില്ലാത്തവർ. നിങ്ങൾ ആ വിഭാഗത്തിലാണെങ്കിൽ ഓർത്തോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള നേതാവിന്റെ കൂടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞ സങ്കടപ്പെടണോ സന്തോഷിക്കണോ ഒന്നും അറിയാൻ പറ്റില്ല അത് വായിച്ചു കഴിഞ്ഞാൽ. അതായിരുന്നു ദാവീദിന്റെ കൂടെയുള്ളത്. അപ്പൊ ദാവീദ് പെട്ടെന്ന് ചിന്തിക്കുവാണ്, എൻ്റെ കൂടെ എൻ്റെ ഭവനക്കാരെല്ലാം ഉണ്ട്, പിന്നെ കുറെ ഞെരുക്കമുള്ളവരുണ്ട്, പിന്നെ കുറെ കടമുള്ളവരുണ്ട്. ഇവരെല്ലാരും കൂടി ഞാൻ എന്ത് ചെയ്യും? പുള്ളിക്കാരനപ്പം ചിന്തിച്ചപ്പോ എന്റെ നാട്ടിലാണെങ്കിൽ എന്നെ രാജാവ് നിർത്തൂല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മോവാബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഇവരെയൊക്കെ ഒന്ന് അങ്ങോട്ട് സേഫ് ആക്കാം. ഞാൻ ഇവിടെ ഗുഹയിൽ തന്നെ ഇരുന്നോളാം. എന്നിട്ട് മോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് തന്റെ വീട്ടുകാരെയും ഞെരുക്കമുള്ളവരെയും കടമുള്ളവരെയും സന്തുഷ്ടിയില്ലാത്തവരെയും എല്ലാവരെയും കൂടി ദാവീദ് എവിടെ കൊണ്ടുവന്നാക്കിയെന്നറിയാമോ? ഈ മോവാബ് രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നാക്കി. പെട്ടെന്ന് ഇസ്രായേലിൽ ഒരു പ്രവാചകനായ ഗാദ് പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് പറയാൻ, നീ ചെയ്തത് ശരിയായില്ല. നീ എന്റെ ജനത്തെ എവിടെയൊക്കെ കൊണ്ട്. സത്യം പറഞ്ഞ ദാവീദ് എന്ന് പറഞ്ഞ ബേത്ലഹേമിക്കാരനാണ്, സിറ്റി ഓഫ് ഡേവിഡ് അല്ലെ? ബേത്ലഹേമിനെ വിളിക്കുന്ന പേരാണ് സിറ്റി ഓഫ് ഡേവിഡ്. ദാവീദിന്റെ നഗരം എന്ന പേരിലാണ്. ദാവീദിന്റെ വംശജർ മുഴുവൻ എവിടെയായിരുന്നു? ബേത്ലഹേമിലായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് ദാവീദിന്റെ വംശത്തിൽ എന്ത് ചെയ്തത്? ജനിച്ചു വന്നതൊക്കെ. അതൊക്കെ പോട്ടെ. അപ്പോൾ ദാവീദ് ബേത്ലഹേമിലെ ആളാണ്. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ തന്റെ വീട്ടുകാരെ മുഴുവൻ എവിടെയാ കൊണ്ടുവന്നാക്കിയേക്കുന്നേ? മോവാബിൽ. പെട്ടെന്ന് ഗാദ് എന്ന് പറയുന്ന പ്രവാചകൻ വന്നിട്ട്, നീ ചെയ്തത് ശരിയായില്ല. ആ ജനത്തെ എത്രയും പെട്ടെന്ന് മോവാബിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ദാവീദ് ഒരു ചോദ്യവും ചെയ്തില്ല, ഒരു കാര്യവും ചെയ്തില്ല. ദാവീദ് ഉടനടി തന്നെ അവരെ മുഴുവനും അവിടെ നിന്ന് കൊണ്ടുവന്നു. അതിനുശേഷം വലിയ പ്രശ്നങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, വലിയ ദുഃഖങ്ങളുടെ നടുവിൽ അവരായിരുന്നിട്ട് പോലും ആ കഷ്ടതയിൽ അവർ മോവാബിൽ നിന്ന് തിരിച്ചു, അവർ ആ കഷ്ടതയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ. എന്താ ഞാൻ നേരത്തെ പറഞ്ഞേ? ദൈവഹിതത്തിൽ നിൽക്കുമ്പോൾ ഇച്ചിരി കഷ്ടതയുണ്ടേലും പട്ടിണിയുണ്ടേലും വേദനയുണ്ടേലും അപ്പുറത്ത് നിൽക്കുമ്പോഴുള്ള ധനത്തിനേക്കാളും അപ്പുറത്തെ സമ്പത്തിനേക്കാളും അപ്പുറത്തെ പച്ചപ്പിനേക്കാളും സ്വസ്ഥതയേക്കാളും നല്ലത് ദൈവഹിതത്തിൽ നിൽക്കുമ്പോഴുള്ള വേദനയാ. ഹല്ലേലൂയ. എന്തു പറ്റിയെന്നറിയാമോ?
എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എവിടെയാണെന്ന് പറയുമ്പോൾ 2 സാമുവേലിലേക്ക് വരുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ അവൻ ആദ്യമേ തന്നെ പിടിച്ചടക്കിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാജ്യമായിരുന്നു മോവാബ് എന്ന് പറയുന്ന രാജ്യം. ശത്രുവിന്റെ തന്ത്രം അതിനു മുന്നേ എന്നായിരുന്നു? അവനെ പിടിച്ച് അവിടെ അടിമയാക്കി വെക്കുക, അവനെ അവിടുത്തെ പ്രവാസിയാക്കി വെക്കുക എന്നായിരുന്നു ശത്രു പ്ലാൻ ഇട്ടത്. പക്ഷേ ദാവീദ് ഒരു പ്രവാചകന്റെ വാക്ക് കേട്ട് അതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തെ പിടിച്ചെടുക്കുന്ന അഭിഷേകത്തിലേക്ക് ദൈവം ദാവീദിനെ കൊണ്ടെത്തിച്ച്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ഇന്നത്തെ വേദനയിൽ, ഇന്നത്തെ സങ്കടത്തിൽ നീ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നാളെ ഒരു ദിവസം ഈ വേദനയും ഈ സങ്കടവും നിന്നെ വിട്ട് മാറുക മാത്രമല്ല, സംഭവിക്കാൻ പോകുന്നത് പറയാം. ഇതുപോലെ വേദനയിലും സങ്കടത്തിലും ക്ഷാമത്തിലും ഇരിക്കുന്നവർക്ക് നീ ഒരു സ്വസ്ഥതയും ആശ്വാസവുമായി മാറും. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, മോവാബിലേക്ക് പോകരുത്. പറഞ്ഞേ, മോവാബിലേക്ക് പോകരുത്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 2-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ്. 2-ാം ലോക മഹായുദ്ധത്തിൽ ഈ നാസികളാണ് നമ്മുടെ ഹിറ്റ്ലറിന്റെ സംഘമായിരുന്നു. ആരെയാണ്? ഈ യഹൂദന്മാരെയൊക്കെ മുടിച്ചത്. ഏതാണ്ട് 60 ലക്ഷത്തോളം വരുന്ന യഹൂദന്മാരെയായിരുന്നു അല്ലെ അന്ന് ഗ്യാസ് ചേംബറിലൊക്കെ കയറ്റി അവരെ കൊന്നു മുടിച്ചത്. നമുക്ക് ചരിത്രങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്, സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് ഈ യഹൂദ സ്ത്രീകളായിട്ടുള്ള ചില ആളുകളെ സംരക്ഷിച്ച ചില ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് യഹൂദന്മാരോട് ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രത്യേക മമത ഉണ്ടായതുകൊണ്ട് അങ്ങനെ സംരക്ഷിച്ച ചില ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ നാസികൾ ആ ക്രിസ്ത്യാനികളെയും എന്ത് ചെയ്തു? പിടിച്ചു കൊണ്ടുപോയിട്ട് ഇത്തരം ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി. അത്തരത്തിൽ കൊണ്ടുപോയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേര് കോറിച്ചൻ എന്നായിരുന്നു അവളുടെ പേര്. അവൾക്കൊരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. അവളുടെ സഹോദരിയുടെ പേര് ബെറ്റ്സി എന്നായിരുന്നു. കോറിച്ചൻ ബൂം, അതാണ് CORRITEN, കോറിച്ചൻ ബൂം എന്നാണ്. നിങ്ങൾ നെറ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. കോറിച്ചൻ ബൂം. അവള് യഹൂദ സ്ത്രീയൊന്നുമല്ല, പക്ഷെ അവളെ പിടിച്ചോണ്ട് പോയി. അവളുടെ സഹോദരി ബെറ്റ്സിയെ പിടിച്ചോണ്ട് പോയി. അവർ ആ ക്യാമ്പിൽ ഇരിക്കുന്ന സമയത്ത്, ആ ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമൊന്നുമല്ല. ക്യാമ്പ് സൈറ്റ് ജയിലാണ്. ആ ജയിൽ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ നാറ്റമുള്ള വൃത്തികെട്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലം അവിടെ നിൽക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ആർക്ക്? ഇവർക്ക് താമസിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പൊ ഇവളുടെ സഹോദരി ബെറ്റ്സി പറയും, അതൊന്നും കുഴപ്പമില്ല കയറി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം എന്ന് പറഞ്ഞ് അവരവിടെ ആരാധിക്കുകയും അതുപോലെ തന്നെ ബൈബിൾ ക്ലാസ് നടത്തുകയും ചെയ്തു. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാമോ? ഒരു വൃത്തികെട്ട ഈച്ചയുണ്ട് അവിടെ മൊത്തം. ആ ഈച്ചയുടെ ശല്യം കൊണ്ട് ഒരു കാരണവശാലും അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എപ്പോഴും ഈ സഹോദരിക്ക് ഈച്ച വലിയ പ്രശ്നമാണ്. അപ്പൊ ബെറ്റ്സി ഒരു ദിവസം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഈച്ചയെ ഇവിടെ ദൈവം അയച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എന്റെ ദൈവമേ, കഷ്ടപ്പെടുത്തുന്ന കാര്യത്തിന് നന്ദി പറയാനാ പറയുന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു. നീ അങ്ങനെ ഒന്നും പറഞ്ഞാൽ സമ്മതിക്കത്തില്ല എന്ന്. പക്ഷെ അവള് പറഞ്ഞു, ഇല്ല, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ദൈവം ഈ ഈച്ച ഇവിടെ അയച്ചതിന് നന്ദി എന്ന് പറയാം. ചില മാസങ്ങൾക്ക് ശേഷം ഇവർ ആ ക്യാമ്പ് വിട്ടു. ആ ക്യാമ്പ് വിട്ടു കഴിഞ്ഞപ്പോഴാണ് അവരൊരു ചരിത്രം കേട്ടത്. എല്ലാ ക്യാമ്പിലും നാസി പടയാളികൾ വന്ന് അവിടെയുള്ള സ്ത്രീകളെ ആക്രമിക്കുമായിരുന്നു, അവരെ അബ്യൂസ് ചെയ്യുമായിരുന്നു, അവരെ വേദനിപ്പിക്കുമായിരുന്നു. എന്നാൽ ഈ ക്യാമ്പിൽ മാത്രം പടയാളികൾ പോകാതിരിക്കാൻ കാരണം അസഹ്യമായ ഈച്ചയുടെ ശല്യം കൊണ്ട് മാത്രമാ പടയാളികൾ അവിടെ പോകാതെ ആ സ്ത്രീകളെ തൊടാതിരുന്നത്. ഞാൻ പറയും, ഈച്ചയ്ക്കായി സ്തോത്രം. ഇതാ ഞാൻ പറഞ്ഞ, ദൈവഹിതത്തിന്റെ സ്ഥലത്ത് ഒരു വേദനയുണ്ടെങ്കിലും, ഒരു പ്രയാസമുണ്ടെങ്കിലും, ഒരു ഈച്ചയുണ്ടെങ്കിലും, നീ അവിടെ കർത്താവിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് നിന്റെ നന്മയായിരിക്കും. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ കൂടെ പറയാമോ? മോശയെ നോക്കുക. ഞാൻ മോശയുടെ ചരിത്രത്തിലേക്ക് വരുന്നത്, പെട്ടെന്ന് നിർത്തും. മോശ ജീവിതം കൊട്ടാരത്തിലാണ്, പക്ഷെ അമ്മയുടെ മുലപ്പാലിന്റെ ഒപ്പം അമ്മ ചെലുത്തി കൊടുത്തോണ്ടിരുന്ന എന്താ? വിഷൻ, ദർശനം, മിഷൻ, ദൗത്യം, ശുശ്രൂഷ. അമ്മ ഇങ്ങനെ ചെവിട്ടോർമ്മ പോലെ മുലപ്പാലിന്റെ ഒപ്പം കൊടുത്തുകൊണ്ടിരുന്നു. അടുത്ത ഫറവോനാകേണ്ട വ്യക്തിയാണ്. പക്ഷെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, മോവാബ് പോലത്തെ സ്ഥലമാണ് മിസ്രൈം. പക്ഷെ മോശ പറയുന്ന ഒരു വചനം എല്ലാവരും കൂടി ചേർന്ന് വായിക്കാൻ നമുക്ക്. ഞാൻ അവിടെ നിർത്തുമെന്നിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 24 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം
11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ അധ്യായമാണ്. 24 മുതലുള്ള വേദഭാഗം എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട്, ബൈബിളിലേക്ക് നോക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. വായിക്കൂ. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. 25 പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. നോക്കൂ, ദൈവഹിതത്തിന്റെ സ്റ്റാൻഡിൽ ദൈവഹിതമല്ലാത്ത കാര്യം പച്ചപ്പുള്ള മോവാബ, എന്ത് ഫറവോൻ എന്ന് പറയുന്ന അടുത്ത പട്ടം. പക്ഷെ ആ പട്ടം വിട്ടിട്ട് ദൈവഹിതത്തിന്റെ സ്റ്റാൻഡിൽ നിന്നപ്പോൾ 24-ാമത്തെ വചനം പറയുകയാണ്, മോശ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും എന്താണ് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്, ദൈവഹിതത്തിൽ നിന്നുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നത്, ദൈവത്തിന്റെ നാമത്തിൽ നിൽക്കുമ്പോൾ വരുന്ന വേദനകൾ മോവാബിലേക്ക് ഇറങ്ങിപ്പോകാതെ കഷ്ടം അനുഭവിക്കുവാൻ എന്ത് ചെയ്തു? മോശ തീരുമാനിച്ചു. 25-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ടായിരുന്നു. അത് മോവാബിന്റെ സ്ഥാനമാ, അത് വേണ്ടെന്നവൻ വെച്ചു. മിസ്രൈമിന്റെ സ്ഥാനമാ, അതവൻ വേണ്ടെന്ന് വെച്ചു. 26-ാമത്തെ വചനത്തിലേക്ക് നോക്കുമ്പോൾ കാണാം, മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ, ഈ ലോകത്തിന്റെ നിക്ഷേപങ്ങളെക്കാൾ, ഈ ലോകത്തിന്റെ പച്ചപ്പിനേക്കാൾ, ഈ ലോകത്തിന്റെ ആകർഷണങ്ങളെക്കാൾ എന്താ ചെയ്ത? ക്രിസ്തുവിന്റെ നിന്ന, ബാക്കി വായിച്ചേ, വലിയ ധനം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് കൈ കൊടുത്ത് ചോദിച്ചേ, ക്രിസ്തുവിനോടൊപ്പമുള്ള നിന്ന വലിയ ധനമാണോ? ചോദിച്ചേ, ക്രിസ്തുവിനോടൊപ്പമുള്ള നിന്ന വലിയ ധനമാണോ? ഹല്ലേലൂയ. കുറേയും കൂടി പ്രസംഗിക്കണം എന്നുണ്ട്, പക്ഷെ നമ്മുടെ മുമ്പിൽ സമയമില്ല. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, പുസ്തകങ്ങൾ അടച്ചു വെക്കാം. അതിന്റെ ബാക്കി ഭാഗം അവസാനത്തെ ഒരു വാക്യം എടുത്തോളൂ നമ്മളല്ലേ. ഇന്ന് 2 വചനം എടുത്തോളൂ. ഞാൻ കിടക്കുക ബാക്കി 85 വചനത്തിൽ. ഏതെങ്കിലും കൂടുതൽ സൺഡേസിൽ മാറി മാറി വന്ന് നമുക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കും. ഒരു ചോദ്യം ഞാൻ ചോദിക്കുക, ഇന്നെത്ര പേർ മോവാബ് കണ്ട് എൻ്റെ കണ്ണ് മഞ്ഞളിക്കില്ല, ആ പച്ചപ്പ് കണ്ടിട്ട് ഞാൻ പോകില്ല, ഈ ബേത്ലഹേമിൽ ഇത്തിരി കഷ്ടതയുണ്ടേലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എൻ്റെ കർത്താവിൻ്റെ വിളിയിൽ ഞാൻ ഇവിടെ നിൽക്കും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കയ്യങ്ങ് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനോട് ആ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവെ ഞാൻ നിൽക്കാൻ പോവുക, ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും കർത്താവെ. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ മോവാബിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകില്ല. മോവാബ് ഏതാണെന്ന് തിരിച്ചറിയാൻ പലർക്കും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മുൻപിൽ വരുന്ന പച്ചപ്പുകൾ, ലോകത്തിൻ്റെ പച്ചപ്പുകൾ, അത് തിരിച്ചറിയുവാൻ, മോവാബുകളെ തിരിച്ചറിയുവാൻ ഇവരുടെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്.